കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്താ, ട്രാൻസ്ഫറൻസ് എന്താ, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കൗണ്ടർ ട്രാൻസ്ഫറൻസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് താളവട്ട സിനിമയില്ലേ, താളവട്ട സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കാർത്തികയുടെ കഥാപാത്രം എന്ന് പറഞ്ഞത് എന്താണ്, ഒരു സൈക്കാട്രിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം അവരുടെ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നു. അപ്പം ബുക്കുകളിൽ കൂടിയുള്ള ഒരു ചികിത്സ അല്ലാതെ പുറത്തോട്ടുള്ള ലോകത്തിലോട്ട് കൊണ്ടുപോയി അതൊരു എമ്പതി കലർന്ന ചികിത്സയാണ് അല്ലേ. മോഹൻലാലിന്റെ കഥാപാത്രത്തിന് വന്ന ട്രോമ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എമ്പതി കലർന്ന ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ എമ്പതി കലർന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ് എന്ത് നമുക്കെല്ലാ തെറാപ്പിസ്റ്റ് ക്ലയൻസിനോട് കാണിക്കേണ്ടത്. അവിടെ വരെ ഓക്കെയാണ്. അപ്പൊ കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണ് ഒരു തരത്തിൽ, അതൊരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണ്. എമ്പതി കലർന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. പക്ഷെ അവിടെ ഒരു മാനേജ്മെന്റിന്റെ ഒരു ലെവല് തെറ്റരുത്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ ആ സിനിമയിൽ എന്താ പറ്റിയേ, കാർത്തികയുടെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രം രോഗാവസ്ഥയിൽ നിന്നും ഇറങ്ങി വരുന്നതിന് മുമ്പേ തന്നെ ആർക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, കാർത്തികയുടെ കഥാപാത്രത്തിനാണ് അല്ലെ. ഒരു വല്ലാത്ത അഫെക്ഷൻ വരുന്നു, പിന്നെ അത് ഭ്രാന്തമായ അഫെക്ഷൻ ആയിട്ട് മാറുന്നു, പിരിയാൻ പറ്റാത്ത രീതിയിലാവുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്പിസ്റ്റിന് ഒരിക്കലും ഒരു ക്ലയന്റിനോട് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ആ തരത്തിലുള്ള കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ഇതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന സംഭവം. ട്രാൻസ്ഫറൻസ് കൊണ്ട് ഉള്ളടക്കം സിനിമ കണ്ടിട്ടില്ലേ, ഉള്ളടക്കം, അതിൽ അമലയുടെ കഥാപാത്രം മോഹൻലാലിനോട് ഭയങ്കര ട്രാൻസ്ഫറൻസ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിപ്പം രണ്ട് വ്യക്തികളാണ് അല്ലെ, തെറാപ്പിസ്റ്റും ക്ലയന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്, മനുഷ്യന്റെ മനസ്സുകളാണ്. അപ്പൊ നമ്മൾ അവിടെ ബാലൻസ് ചെയ്ത് നന്നായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ എന്ത് പറ്റും, വലിയ ട്രാജഡീസ് സംഭവിക്കും. ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കണം. അതിനപ്പുറത്തിലോട്ടായി കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് എടുക്കുമ്പോൾ, കൗൺസിലേഴ്സിന് ട്രെയിനിങ് ഞാൻ കൊടുക്കുമ്പോഴായാലും എനിക്ക് കിട്ടിയപ്പോഴായാലും എൻ്റെ സാറുമാർ പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും മനുഷ്യ മനസ്സുകളെ പഠിപ്പിക്കുന്നവരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഒരു പുസ്തകവും വായിക്കുന്ന ആളുടെ കണ്ണും തമ്മിലുള്ള അകലം വേണം. എന്തുകൊണ്ടാ, നമ്മൾ പുസ്തകം എടുത്ത് കണ്ണിനകത്തോട്ടിങ്ങ് വെച്ചാൽ നമുക്ക് അക്ഷരം ക്ലിയർ ആവത്തില്ലല്ലോ. അപ്പൊ നമ്മൾ അത്രയും അകലം നമുക്ക് വേണം. അപ്പൊ അത്രയും അകലം വേണമെന്നുള്ളത് കൊണ്ടാണ് എന്താണ് നമ്മൾ ഒരിക്കലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കേസ് എടുക്കില്ല. അതുപോലെ തന്നെ ക്ലയൻസിനെ നമ്മൾ ഒരിക്കലും സുഹൃത്തും ബന്ധുവും ആക്കി മാറ്റുകയുമില്ല. കാരണം ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മളുടെ തൊഴിലെന്താ, കർമ്മമാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയാണ് തൊഴില്. അപ്പൊ ക്ലയൻസ് എന്താണ്, അത്രയും വിലപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ അതിനെ ഒരിക്കലും ഒരു ബന്ധുവോ സുഹൃത്തുവോ ആക്കി മാറ്റിയാൽ കാഴ്ച നഷ്ടപ്പെടും. അകത്തോട്ട് വന്നാൽ കാഴ്ച നഷ്ടപ്പെടും. അപ്പൊ നിശ്ചിത അകലത്തിൽ നിർത്തി ഓരോ കേസും എടുക്കണം. അപ്പോൾ ട്രാൻസ്ഫറൻസ് ഉണ്ടാവും, കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഉണ്ടാവും, പക്ഷെ അത് മാനേജ് ചെയ്ത് മനോഹരമായ ഒരു പ്രോസസ്സാക്കി മാറ്റാം.